എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഗ്രേവിയൊക്കെ ഉള്ള നല്ലൊരു കടലക്കറി എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കടല ഒരു 8 മണിക്കൂർ നേരം സോക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 കപ്പ് വെള്ളം, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കർ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 6 വിസിലിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് ഈ കടല വേവുന്ന നേരം കൊണ്ട് ഇതിലോട്ടുള്ള മസാല റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം മല്ലിയും മുളകും ഒന്ന് മൂപ്പിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും. ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ നിറം മാറാൻ പാടില്ല, ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയാൽ മതി. ഇപ്പോൾ ഈ പൊടികളൊന്ന് മൂത്തിട്ടുണ്ട്, നമുക്കിനി ഇത് മാറ്റി വെക്കാം. നമുക്കിനി ഈ പാനിലോട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, ഇത് ഇത്രയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യാം. തേങ്ങയുടെ നിറം മാറേണ്ട ആവശ്യമില്ല. തേങ്ങയിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് തേങ്ങയൊന്ന് ഡ്രൈ ആവുന്ന പോലെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ തേങ്ങയൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൽ നിന്ന് വിസിലെല്ലാം വന്നിട്ടുണ്ട്, പ്രഷറും നല്ലപോലെ റിലീസായിട്ടുണ്ട്. ഇപ്പോൾ കടലയൊക്കെ നല്ലപോലെ വെന്തിരിപ്പുണ്ട്. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കടല നല്ലപോലെ വെന്തിട്ടുണ്ട്. കടലയുടെ വേവ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല. കടല നല്ലപോലെ വെന്തിരിക്കണം. ഇനി നമുക്ക് കറി റെഡിയാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവോള വാടാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ സവോള ചെറുതായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 3 പച്ചമുളക് നെടുകെ കീറിയത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നല്ലപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്ന മുളകും മല്ലിയും പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഒരു 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൽ നല്ലൊരു തിള വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 15 മിനിറ്റ് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നല്ലപോലെ ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കറിയും മസാലയും എല്ലാം കൂടി നല്ലപോലെ യോജിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. ഗ്രേവിയും നല്ല തിക്കായി തന്നെ ഇരിപ്പുണ്ട്. നമുക്കിതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിനി ഇത് ഇങ്ങനെ തന്നെ ഒന്ന് മൂടി വെക്കണം. ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴായിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവുന്നത്. നല്ല എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കടലക്കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.